വിനോദസഞ്ചാരത്തിന് പ്രാധാന്യം നൽകി സമ്പദ് വ്യവസ്ഥയെ വളർച്ചയിലേക്ക് എത്തിക്കാനൊരുങ്ങി അഫ്ഗാനിസ്ഥാൻ. ഇതിന്റെ ഭാഗമായി അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടും ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം 30 ആൺകുട്ടികളാണ് ഈ ക്ലാസ് റൂമിലുള്ളത്. സ്ത്രീകൾക്ക് താലിബാൻ വിദ്യാഭ്യാസം നിഷേധിച്ചതിനാൽ ഈ മേഖലയിൽ അവരുടെ സാന്നിധ്യം ഇല്ലെന്ന് തന്നെ പറയാം. വയസ്സിലും അനുഭവജ്ഞാനത്തിലും വ്യത്യസ്തത പുലർത്തുന്ന വിദ്യാർത്ഥികളാണ് ഈ പരിശീലന ക്ലാസ്സിലെത്തുന്നത്. ടൂറിസത്തെപ്പറ്റി അവർക്ക് വേണ്ടത്ര അറിവില്ല. എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ വിവിധ മുഖങ്ങളെ ആഗോളതലത്തിൽ സ്വീകാര്യമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ ശ്രമങ്ങളെ താലിബാനും പിന്താങ്ങുന്നുണ്ട്. അഫ്ഗാന്റെ സമ്പദ്വ്യവസ്ഥയാകെ തകിടം മറിഞ്ഞ അവസ്ഥയിലാണ്. ദാരിദ്ര്യവും മൂർധന്യത്തിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒഴുക്കിനെ ബാധിച്ചിട്ടില്ല. 2021 691 വിദേശ സഞ്ചാരികളാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിയിരുന്നത്. 2022 അത് 2300 കഴിഞ്ഞ വർഷം 7000 വിദേശ സഞ്ചാരികളാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിയത്. ചൈനയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പേർ അഫ്ഗാനിസ്ഥാൻ സന്ദർശിക്കാൻ എത്തുന്നതെന്ന് അഫ്ഗാനിസ്ഥാനിലെ ടൂറിസം ഡയറക്ടറേറ്റ് മേധാവി മുഹമ്മദ് സെയ്ദ് പറഞ്ഞു. പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സന്ദർശകരിൽ ചിലർ എന്നോട് പറഞ്ഞു. അവിടെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ചില ജപ്പാൻ സഞ്ചാരികളും ഇതേ അഭിപ്രായമാണ് പങ്കുവച്ചത് എന്ന് സെയ്ദ് പറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലേക്കുള്ള യാത്രയ്ക്ക് അല്പം ചെലവ് കൂടുതലാണ്. വിസ ലഭിക്കാനും അല്പം പ്രയാസമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താലിബാൻ സർക്കാരിനെ ഇപ്പോഴും ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. പല രാജ്യങ്ങളിലെയും അഫ്ഗാൻ എംബസികൾ അടച്ചുപൂട്ടിയ നിലയിലാണ്. അഫ്ഗാനിസ്ഥാനിലെ വിനോദസഞ്ചാര മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും സയ്യദ് പറഞ്ഞു. അതിനായി മറ്റ് മന്ത്രാലയങ്ങളുമായി ചർച്ചകൾ നടത്തിവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തലസ്ഥാനമായ കാബൂളിലാണ് അന്താരാഷ്ട്ര വിമാനങ്ങളിൽ അധികവും എത്തുന്നത്. എന്നാൽ ചൈന, യൂറോപ്പ്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും നേരിട്ട് ഫ്ലൈറ്റുകൾ ഇല്ലാത്തത് വിനോദസഞ്ചാര വിപണിയെ തളർത്തുന്നുണ്ട്. പ്രത്യേക സർക്കാരിനെയോ രാഷ്ട്രീയ നേതൃത്വത്തെയോ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാൻ സന്ദർശനത്തെ കാണരുതെന്ന് റോക്കി റോഡ് ട്രാവൽ സ്ഥാപകൻ ഷെയ്ൻ ഹൊറാൻ പറഞ്ഞു. ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾക്കും നിരവധി സ്വപ്നങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ മനോഹരമായ സ്ഥലങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്രത്തെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നയാളാണ് മോഡൽ കൂടിയായ അഹമ്മദ് മസൂദ് തലാഷ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടിയ സമീർ അഹമ്മദ് സായി സ്വന്തമായി ഒരു ഹോട്ടൽ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ടൂറിസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അഫ്ഗാനിസ്ഥാൻ വികസനമില്ലാത്ത ദരിദ്ര രാജ്യമാണെന്നാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ 5000 വർഷം പഴക്കമുള്ള ചരിത്രമുറങ്ങുന്ന രാജ്യമാണ് ഞങ്ങളുടേത്, അഹമ്മദ് സായി പറഞ്ഞു. രാജ്യം വിദേശ സന്ദർശകരെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത പരന്നതോടെ അഫ്ഗാനിസ്ഥാനിലെ ഒരേയൊരു പഞ്ചനക്ഷത്ര ഹോട്ടലായ സെറീന വിദേശ വനിതകൾക്കായി സ്പായും സലൂണും വീണ്ടും തുറന്നിരിക്കുകയാണ്. പാസ്പോർട്ട് ഹാജരാക്കി വിദേശ വനിതകൾക്ക് ഈ സേവനം ആസ്വദിക്കാവുന്നതാണ്. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ ജനിച്ചു വളർന്ന സ്ത്രീകൾക്ക് ഈ സേവനം ലഭിക്കുകയില്ല.